ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. വളരെ എളുപ്പമുള്ള തിയററ്റിക്കൽ പോർഷൻ ആണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അപ്പോൾ നന്നായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് MCQs ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following heating element has the lowest operating temperature എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലോവസ്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഉള്ളത്? ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി കാത്താൾ, ഓപ്ഷൻ സി യുറേക്ക, ഓപ്ഷൻ ഡി നിക്രോ. അപ്പോൾ ഏതാണ് ഏതാണ് നമ്മളുടെ ലോവസ്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ വരുന്നത്? ഏതായിരിക്കും? ഗ്രാഫൈറ്റ് ആണോ? യുറേക്ക അല്ലേ? കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മളുടെ യുറേക്കയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് യുറേക്ക അല്ലേ? യുറേക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ യുറേക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1221 ടു എത്രയാണ്? 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാന്താളിൻ്റെ ആണെങ്കിൽ എത്രയാണ്? 1425 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അതുപോലെ നിക്രോം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗ്രാഫൈറ്റ് വരുമ്പോൾ എത്രയാണ്? 4000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ റേഞ്ച്, ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് നന്നായി നോക്കി വെക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളത് നോക്കി പോകണ്ടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ salt bath heating the current is allowed to flow only through the dash. അതായത് salt bath heatingനകത്ത് current is allowed to flow only through the dash. ഏതിലൂടെയാണ്? ഓപ്ഷൻ എ ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി വർക്ക് പീസ്, ഓപ്ഷൻ സി മോൾട്ടൻ സാൾട്ട്, ഓപ്ഷൻ ഡി ഹീറ്റിംഗ് എലമെന്റ്. ഏതിലൂടെയായിരിക്കും അത്? അത് മോൾട്ടൻ സാൾട്ട് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി മോൾട്ടൻ സാൾട്ട് ആണ്. അപ്പോൾ നോക്കിയേ, ഇലക്ട്രിക്കൽ കറന്റ് പാസ് ത്രൂ മോൾട്ടൻ സാൾട്ട് ജനറേറ്റിംഗ് ഹീറ്റ് ദാറ്റ് യൂണിഫോംലി ഹീറ്റ്സ് ദ വർക്ക് പ്ലേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാൾട്ട് ബാത്ത് ഹീറ്റിങ്ങിൽ കറണ്ട് ഈസ് അലൗഡ് ടു ഫ്ലോ ഓൺലി ഏതിലൂടെ തന്നെയാണ്? നമ്മളുടെ മോൾട്ടൻ സാൾട്ടിലൂടെയാണ്. ഏതിലൂടെയാണ്? മോൾട്ടൻ സാൾട്ടിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, next question number 3. Which heating method uses high frequency electromagnetic waves to heat non-conductive material? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഹീറ്റിംഗ് മെത്തേഡാണ് എന്താണ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു ഹീറ്റ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്നാണ്? ഓപ്ഷൻ എ എന്താണ്? റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ബി ഇൻഡക്ഷൻ ഹീറ്റിംഗ്, സി ഡയലക്ട്രിക് ഹീറ്റിംഗ്, ഡി ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്. ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് ആണ് നമ്മൾ വരുന്നത്? ഏത് മെത്തേഡ്സ് അല്ലേ? ഏത് ഹീറ്റിംഗ് മെത്തേഡാണ് ഇതിന് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ടു ഹീറ്റ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്? നമ്മളുടെ ഡയറക്റ്റ് ഹീറ്റിംഗ് ആണ്. ഓപ്ഷൻ സി ആണ്. ഏതാണത്? ഡയറക്റ്റ് ഹീറ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ എന്താണ് ഈ ഡയലക്ട്രിക് ഹീറ്റിംഗ്? നോക്കിയേ എന്താണ്? ദ പ്രോസസ് ഇൻവോൾവിങ് എന്താണ്? applying at high frequency alternating electric field to എന്താണ്? നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ അല്ലേ? അപ്പോൾ എന്നാ ഡയലക്ട്രിക് ഹീറ്റേഴ്സ് യൂസസ് എവിടെയാണ്? ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ടു ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ബൈ മോണിക്കുലർ വൈബ്രേഷൻ. ആ ഒരു കേസാണ്. അപ്പോൾ നോക്കി വെക്കുക, ഏത് മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് ആണ് എന്ത്? ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ടു ഹീറ്റ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? നമ്മളുടെ ഡയലക്ട്രിക് ഹീറ്റിംഗ് ആണ്. അറിഞ്ഞിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഹീറ്റിംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് പഠിക്കുകയാണെങ്കിലും ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണെങ്കിലും ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് നന്നായി നോക്കി പോവുക. ഓക്കെ, കാരണം എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആ ഒരു ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The efficiency of electric heating is generally, അതായത് ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി ഏത് റേഞ്ചിലായിരിക്കണം? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ എ എത്രയാണ്? 30 to 40% ആണോ? ആയിരിക്കുമോ? അല്ല അല്ലേ? കാരണം എന്താണ്? നമുക്കറിയാവുന്നൊരു കേസാണ് ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കണം അല്ലേ? എപ്പോഴും പഠിച്ചിട്ട് പോയിട്ടുള്ളതല്ലേ, നമ്മൾ ഹൈ എഫിഷ്യൻസി ആയിരിക്കണം നമുക്ക് എപ്പോഴും എന്തിൻ്റെ? ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ഏതാണ് എഫിഷ്യൻസി ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 90 to 100% ആണ്. എത്രയാണത്? 90 to 100%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 90 to 100% ആണ്. കാരണം എന്താണ്?
അറിയാം എന്താണ് നമുക്ക് അത് ഹൈ എഫിഷ്യൻസി ആണ് അല്ലേ ക്ലോസ് ടു നിയർലി ഇത്ര തന്നെയാണ് 100%ന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് question number 5. Which of the following material is used as a heating element in electric kettles and toasters? അപ്പോൾ ഏതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഡേ ടു ഡേ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഹീറ്റിംഗ് എലമെന്റ് എന്തിലൊക്കെയാണ് ഇലക്ട്രിക് കെറ്റിൽസിലും അതുപോലെ ടോസ്റ്റേഴ്സിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് മെറ്റീരിയലാണ് അവിടെ ഹീറ്റിംഗ് എലമെന്റായി യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ ഇലക്ട്രിക് കെറ്റിൽസ് ഇല്ലേ ചൂടാക്കില്ലേ അതുപോലെ തന്നെ എന്താണ് ടോസ്റ്റേഴ്സ് ബ്രെഡ് ടോസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ടോസ്റ്ററൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഏത് മെറ്റീരിയലാണ് അവിടെ ഹീറ്റിംഗ് എലമെന്റായി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ കോപ്പർ ഓപ്ഷൻ ബി നിക്രോം ഓപ്ഷൻ സി സിൽവർ ഓപ്ഷൻ ഡി അലുമിനിയം അപ്പോൾ ഏത് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും അത് നിക്രോം ആണ് കേട്ടോ ഏത് മെറ്റീരിയൽ ആണത് നിക്രോം ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അത് ഏത് മെറ്റീരിയൽ ആണ് നിക്രോം ആണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ ഇതുപോലെ അപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മളത് നന്നായി നോക്കി പോകേണ്ടതാണ് അതായത് നിക്രോം ആണ് നമ്മൾ സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിക്രോം യൂസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ എന്തുകൊണ്ടായിരിക്കും നിക്രോം യൂസ് ചെയ്യുന്നത് അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതുപോലെ എന്താണ് ഗുഡ് ഓക്സിഡേഷൻ റെസിസ്റ്റൻസും കൂടുതലാണ് ആർക്ക് നമ്മളുടെ നിക്രോമിന് ഓക്കെ അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കാരണം ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതായത് നിക്രോമിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോം യൂസ് ചെയ്യുന്നത് അതായത് ഇലക്ട്രിക് കെറ്റിൽസ് ടോസ്റ്റേഴ്സ് പോലെയുള്ളതിലൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോം യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് അതിന് കൂടുതലാണ് അതുപോലെ ഗുഡ് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് അതിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നിക്രോം യൂസ് ചെയ്യുന്നത്. Next question number 6. Which method of electric heating is best suited for surface hardening of steel? താഴെ തന്നിട്ടുള്ളതിൽ ഏത് മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് ആണ് എന്തിന് സ്യൂട്ടബിൾ ഫോർ സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ ഹീറ്റിംഗ് അപ്പോൾ ഏത് ഹീറ്റിംഗ് ആയിരിക്കും അപ്പോൾ അപ്ലിക്കേഷൻസ് നന്നായി നോക്കുക ഓരോ ഹീറ്റിങ്ങിൻ്റെയും അപ്ലിക്കേഷൻസ് നന്നായി നോക്കി പോവുക കേട്ടോ അപ്പോൾ ഏതായിരിക്കും ഏത് മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് ആണ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീലിൽ വരുന്നത് ഏതായിരിക്കും അത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ് കേട്ടോ ഏതാണത് ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ് അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ എവിടേക്കാണത് അപ്ലൈ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ് അപ്പോൾ അത് നോട്ട് ചെയ്യുക. Question number 7. Which of the following is not a type of resistance heating? താഴെ തന്നിട്ടുള്ളതിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഓപ്ഷൻ സി ആർക്ക് ഹീറ്റിംഗ് ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് അപ്പോൾ ഏതായിരിക്കും താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായിരിക്കും അത് ആർക്ക് ഹീറ്റിംഗ് ആണ് ഏതാണ് ആർക്ക് ഹീറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ ആർക്ക് ഹീറ്റിംഗ് ഇൻവോൾവ് ഇലക്ട്രിക്കൽ ആർക്ക് ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റ് മെത്തേഡ് നോട്ട് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റ് അതെന്താണ് ഒരു റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ ടൈപ്പ് അല്ല അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് ഒന്ന് ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് വരും ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് വരും പിന്നെന്താണ് ഇൻഫ്രാറെഡ് ഹീറ്റിങ്ങും അതിനകത്ത് വരുന്നതാണ് ഓക്കെ അപ്പോൾ ടൈപ്സുകളും നോട്ട് ചെയ്ത് പോവുക ഓരോ ഹീറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്സ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഏതാണ് ഇറ്റ്സ് എ നോട്ട് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ആർക്ക് ഹീറ്റിംഗ് ആണ്. Question number 8. In induction heating, the depth of penetration of heat is എങ്ങനെയാണ് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് ഹീറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ഓപ്ഷൻ സി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ഓപ്ഷൻ ഡി കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും അത് ഒരു ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൽ എന്താണ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് ഹീറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ചോദിച്ചിട്ടുള്ളത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് ഹീറ്റ് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ് എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ് അപ്പോൾ നോക്കിയേ ഒരു ഫ്രീക്വൻസി
ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡെപ്ത് ഓഫ് ഹീറ്റ് പെനിട്രേഷൻ എന്താണ് സംഭവിക്കുക? അത് കുറയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതൊരു ഐഡിയൽ സർഫസ് ഹാർഡനിങ്ങിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്? ഫ്രീക്വൻസി കൂടുന്തോറും എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഡെപ്ത് ഓഫ് ഹീറ്റ് പെനിട്രേഷൻ എന്താ സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ കേസിൽ എന്താണ് നോക്കിയേ, ഡെപ്ത് അറ്റ് വിച്ച് ഹീറ്റ് പെനിട്രേഷൻ ഈസ് എങ്ങനെയാണ് വരുന്നത്? ഈസ് നോക്കിയത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ദ ഡെപ്ത് ടു വിച്ച് ഹീറ്റ് പെനിട്രേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് question number 9. Which material is commonly used for the filament of incandescent lamp? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ, ഇൻകാൻഡിസെന്റ് ലാമ്പ്, ടൈപ്സ് ഓഫ് ലാമ്പുകൾ, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ എന്താണ് കോമൺലി യൂസ്ഡ് ഫോർ ഫിലമെന്റ് ആയിട്ട്? ഇൻകാൻഡിസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് ഏതാണ്? ലാംപ്സ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാമ്പ് പഠിക്കുമ്പോൾ ഓരോ ലാമ്പിന്റെയും ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഏത് ലാമ്പ് അല്ല, അതായത് ഇൻകാൻഡിസെന്റ് ലാമ്പിന്റെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ഏത് മെറ്റീരിയൽ ആണ് അല്ലേ? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി നിക്കൽ. ഏത് മെറ്റീരിയൽ ആയിരിക്കും? ഈ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക, അത് ടങ്സ്റ്റൺ ആണ് അല്ലേ. ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ്. അപ്പോൾ ടങ്സ്റ്റൺ എന്താ പ്രത്യേകത? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോ വേപ്പർ പ്രഷർ ആണ് അല്ലേ. ടങ്സ്റ്റൺ ഹാസ് എന്താണ് ടങ്സ്റ്റണിന്റെ പ്രത്യേകത? ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണ്, അതുപോലെ തന്നെ എന്താണ് ലോ വേപ്പർ പ്രഷറും ആണ്. സോ എന്താണ് ഫിലമെന്റ് ആയിട്ട് നമുക്ക് ഇൻകാൻഡിസെന്റ് ലാമ്പിൽ അത് ബെസ്റ്റ് സ്യൂട്ടബിൾ ആണ്. ആര്? നമ്മളുടെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ. Question number 10. In domestic electric iron, temperature is controlled by. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അയൺ ഇല്ലേ, അയൺ ബോക്സ്, ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ അയോൺ, അതാണ് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് ബൈ, അവിടുത്തെ ചൂട് അല്ലേ, ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ കൺട്രോളിങ് കറണ്ട്, ഓപ്ഷൻ ബി കൺട്രോളിങ് വോൾട്ടേജ്, ഓപ്ഷൻ സി യൂസിങ് തെർമോസ്റ്റാറ്റ്, ഓപ്ഷൻ ഡി ആഡിങ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഹീറ്റിംഗ് എലമെന്റ്. എങ്ങനെയായിരിക്കും ഒരു ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ അയോണിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? യൂസിങ് എന്ത് വെച്ചിട്ടാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്? തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ് കേട്ടോ. എന്ത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ അയോണിൽ എന്താണ് ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് പ്രൈമർലി ബൈ യൂസിങ് എന്താണ് തെർമോസ്റ്റാറ്റ് ആണ്. മനസ്സിലാക്കുക. അപ്പോൾ തെർമോസ്റ്റാറ്റ് എന്താണ്? തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈസ് അല്ലേ, തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് അല്ലേ, അതെന്ത് ചെയ്യും? സെൻസ് ചെയ്യും. അതുപോലെ എന്താണ് ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഏതാണ് കറക്റ്റ് ആൻസർ? ബൈ യൂസിങ് തെർമോസ്റ്റാറ്റ് ആണ്. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ അയോണിൽ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മളുടെ തെർമോസ്റ്റാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കി വെക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഐഡിയ കിട്ടിയില്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് പഠിക്കണം, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡേ ടു ഡേ അപ്ലിക്കേഷൻസ് പഠിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിറ്റിക്കൽ പോർഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോബ്ലമാറ്റിക് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും അല്ലേ, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നന്നായി വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.